ഇതാരൊക്കെയാ വന്നേക്ക് നോക്ക്. നമ്മുടെ മോളും മരുമോനും ദേണ്ട് വന്നിരിക്കുന്നു. അമ്മാവാ ഇതാരടാ, പ്രേംകുമാറോ? അമ്മാവാ എന്നെ ഒരുമാതിരി ഊശിയാക്കണ സംസാരിക്കുന്നത്. ഞാൻ നിന്നെ എന്തോ ഊച്ചയാക്കിയെന്നായി പറയുന്നത്. അമ്മാവന്റെ കാര്യം മനസ്സിലാക്കണം. ചേരേണ്ടത് തമ്മിലേ ചേർക്കാവൂ, അല്ലാതെ ചേർക്കാൻ നോക്കരുത്, അത് ചേരത്തില്ല. ഞാനും നിന്റെ അമ്മായിയായിട്ട് ചെറിയ ചെറിയ വിഷയങ്ങളൊന്നും വേറെ വിഷയങ്ങളൊന്നുമില്ല. നിങ്ങളുടെ വിഷയമല്ല പറഞ്ഞത്, ഞങ്ങളുടെ വിഷയം. എടാ നീ അത് വിട്. ഓ അയ്യോ കാണിച്ചേ. അല്ല ഇത് വിടാൻ പറഞ്ഞു. എടാ അത് വിടാനല്ലേ പറഞ്ഞേ. നിങ്ങളുടെ വിഷയം വിടേ, ഞാൻ മോളുമായിട്ട് സംസാരിച്ച് കാര്യമാക്കാന്ന് പറഞ്ഞേ. എന്നാ മോളെ പ്രശ്നം? അതായത് അമ്മാവാ, ഈ ഞാനും ഇവളുമായിട്ട് ഞാൻ 6 മാസം ഉരുട്ടി പകമത്തി ഉണ്ടാക്കിയ മോളാണോ നീ? പിന്നെ നീ എന്താണ് മോളെ എന്ന് വിളിച്ച വിളിയേക്കുന്നത്? ഞങ്ങൾ മാറി നിൽക്കേ. എന്നാ മോളെ പ്രശ്നം അത് പറ. ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അച്ഛാ. ഇത് തന്നെയാണ്, അവൾ ഒന്നും ചെയ്തിട്ടില്ല. അമ്മാവനൊരു കാര്യം അറിയാമോ? എന്റെ ജീവിതത്തിലെ ഓരോ ചുവടും വളരെ സൂക്ഷ്മതയോടെ നടക്കുന്നയാളാണ് ഞാൻ. സൂക്ഷ്മതയോടെ തന്നെ നടക്കുന്ന ഒരുത്തനാവൻ. എന്നാ മോളെ കരയുന്നത്? ലൈഫ് ഡിസ്ട്രോയ്ഡ് ആയി അച്ഛാ. ഡിസ്ട്രോയ്ഡ് ഒന്നും ഇടിച്ചു കാണത്തില്ല, അത്ര വലിയ വീഴ്ചയൊന്നുമല്ലോ വീണിരിക്കുന്നത്. എന്തുവാടാ? അമ്മാവനൊരു കാര്യം അറിയാമോ? ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും 6 മാസത്തിൽ കൂടുതലായി ഇവളൊന്ന് കഴുകിയിട്ട് തന്നിട്ട്. ഞാനോർത്ത് വിടാണ്ട് എലിജത്ത് നാറ് വന്നു. നീയായിരുന്നു അത്. അങ്ങോട്ട് മാറിക്കടാ. മോളെ ഒരു കാര്യം ചെയ്യണം, അവന്റെ ഡ്രസ്സ് അല്ലേ വല്ലപ്പോഴും ഒക്കെ നല്ല തേച്ച് കൊടുക്കണം. അച്ഛാ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ മൂഡ് സ്വിങ്സ് വരും. അത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ഇങ്ങനോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എടി നീ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഞാനൊരു മണ്ടനാന്നല്ലേടി? അത് സത്യമാണെങ്കിലും അതിന്റെ അർത്ഥം അതല്ല. അമ്മാവനൊരു കാര്യം മനസ്സിലാക്കണം. എന്തുവാടാ? എന്റെ ജീവിതത്തിൽ ഒരു വീഴ്ച പറ്റിയാൽ വീണ്ടും രണ്ടാമതൊരു വീഴ്ച പറ്റാൻ ഞാൻ അനുവദിക്കത്തില്ല. വീഴ്ച പറ്റാൻ അനുവദിക്കത്തേ ഇല്ല. എന്തിനാ മോളെ പിന്നെ കിടന്ന് കരയുന്നത്? ലൈഫ് ഡിസ്ട്രോയ്ഡ് ആയി. ഈ പ്രാവശ്യം ഡിസ്ട്രോയ്ഡ് പോയി ഇടിച്ച് കാണും. അമ്മാതിരി വീഴ്ചയാവാൻ. എന്താ നിനക്ക്? ഇനി ഇവളുമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് പോകത്തില്ല. ഞാൻ ഇവളെ ഇവിടെ ഉപേക്ഷിക്കുന്നു. ഇവളിനി എനിക്ക് വേണ്ട, ഞാൻ പോവുക. എടാ നീ നിന്റെ ഇവളെ ഉപേക്ഷിച്ച് നീ വീട്ടിലോട്ട് പോയി നീ എങ്ങനെ ജീവിക്കുമെന്നായി പറയുന്നത്? ഞാൻ എന്റെ അപ്പൂപ്പനോട്ട് ജീവിക്കും. എന്തോ വൃത്തികെട്ടനാന്ന് നോക്കിയാൽ അവൻ അപ്പൂപ്പനുമായിട്ട് പൊറുക്കാൻ പോവാ. പിന്നെന്തുവാ പറഞ്ഞേ? അപ്പൂപ്പനെ പോലും ഇവള് നോക്കത്തില്ല. ഞാൻ പോയി എന്റെ അപ്പൂപ്പനെ നോക്കിക്കൊണ്ട് അവിടെ അങ്ങനെ സുഖമായിട്ട്. എടാ കൊച്ചേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ചട്ടിയും കലവാണെങ്കിൽ തട്ടിയും മുട്ടിയും എന്നൊക്കെ പറഞ്ഞിരിക്കും. ഓ ഇവിടുത്തെ വലിയ കലവായി പാവം പിടിച്ച ചട്ടിയെ തട്ടാൻ വിളിക്കുക. എന്നാ മോളെ ഇങ്ങോട്ട് വന്നേ, വേറെ ഒന്ന് കീറിയിട്ടേ. വിറക് കീറാൻ ഞാനോ? ഇപ്പൊ ഒരു ടെക്നിക് കൊണ്ട് പറഞ്ഞുതരാം മോളെ. ഇടയ്ക്കിടയ്ക്ക് വരുന്ന സംഭവത്തിന്റെ പേരെന്തുവാ? എനിക്കിന്ന് വിറക് കീറാൻ പറ്റത്തില്ല, എനിക്കിന്ന് മൂൺ സ്ട്രിങ്സാ. എങ്ങനുണ്ട്? അച്ഛനൊരു കാര്യം അറിയോ? എന്തുവാ? ആ വീട്ടില് ഞാൻ പട്ടിയെ പോലെ കിടന്ന് പണിയെടുക്കുന്നുണ്ട്. ഒന്ന് സഹായിക്കാൻ പോലും വരത്തില്ല ഈ അനുരാഗേട്ടൻ. ഈ അനുരാഗേട്ടൻ ഇത് കേൾക്കുമ്പോഴാ എനിക്ക് എന്റെ ദേഷ്യം വരുന്നത്. എടാ വല്ല ചെല്ലപ്പെണ്ണോ തങ്കപ്പെണ്ണോ ഇടാനുള്ള മുഖമേ നിനക്കുള്ളൂ. ആ നീ അനുരാഗേട്ടൻ ഇങ്ങോട്ടല്ലോ വെളിയിൽ പോകുമ്പോ എന്നെ ഇട്ടിട്ട് പോവും. വെളിയിൽ പോകുമ്പോ വിളി ഇട്ടോണ്ട് വളന്തോ എന്റെ അണ്ടർവെയറോ? വെളിയിലോട്ട് പോകുമ്പോ വീട്ടിൽ എന്നെ ഒറ്റക്കിട്ടിട്ട് പോകുന്നു. മോളെ അതങ്ങനെ പറയേണ്ട കാര്യമില്ല. നിനക്ക് 10-40 വയസ്സായില്ലയോ? പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. എന്തുവാ ഇപ്പൊ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞേ. അത് പറയേണ്ട കാര്യമില്ല. ഈ റൂട്ട് തിരിച്ചോണ്ട് നീ പോകണ്ട. ഈ കാര്യത്തെ കുറിച്ച് നമുക്കിവിടെ സംസാരിക്കാം. അച്ഛാ ഒന്ന് സ്നേഹത്തോടെ ഇതുവരെ നോക്കിയിട്ടുണ്ടോ ചോദിക്കാ? ഭാര്യമാരാകുമ്പോ ഭർത്താക്കന്മാര് സ്നേഹത്തോടൊക്കെ നോക്കണം. ഞാൻ സ്നേഹത്തോടെ നോക്കുമല്ലോ. സ്നേഹത്തോടെ നോക്കാൻ നിനക്കറിയാവോ? എനിക്കറിയാം. എങ്ങനെ നോക്കുന്നേ? ഇങ്ങനാണോ? മീനാക്ഷി പുതിയൊരു സംഭവം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇച്ചിരി കഴിഞ്ഞ് അങ്ങോട്ട് വരാം. തീർത്തോട്ടെ. അമ്മാവനൊരു കാര്യം മനസ്സിലാക്കിക്കോ. എന്താ? എന്റെ ജീവിതത്തിൽ ഓരോറ്റ വീഴ്ചയെ സംഭവിച്ചിട്ടുള്ളൂ. ഇവിടെ വന്നതിന് ശേഷം ഈ കണാപ്പം 3ാമത്തെ വീഴ്ച വീഴുന്നേ. അവൻ ഒറ്റ വീഴ്ചയെ സംഭവിച്ചിട്ടുള്ളത്. എന്നാ വർത്താനമാണ് ഇതേ പറയുന്നത്? ഒരു കാര്യം ഞാൻ പറയാം. നീ ഇങ്ങോട്ട് വന്നേ. എടാ കല്യാണ മണ്ഡപത്തെ വെച്ച് ഇവിടെ കൈ ഞാൻ നിന്റെ കയ്യിലോട്ട് പിടിച്ചു തരുമ്പോ നിന്നോട് ഞാൻ എന്തുവാ പറഞ്ഞത്? മോനെ മരുമോനെ, കൈ നല്ലതുപോലെ വിറയ്ക്കുന്നുണ്ട്. ഓഡിറ്റോറിയത്തിന്റെ പുറവിലോട്ട് വന്നാ ഞാൻ തന്നെ ചെറുതൊഴിച്ചു തരാം. അതല്ല, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു തന്നെ. എന്തുവാ അത് കഴിഞ്ഞ് പറഞ്ഞത്? നീ കൂച്ചാലും ശരി കൂച്ചില്ലാലും ശരി ഷെയർ തന്നിട്ടേ പോവാ. അതല്ല എടാ, ഇവളെ കുറിച്ച് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ നിന്നോട് പറഞ്ഞു തന്നു. അമ്മാവ മാത്രമല്ലല്ലോ പറഞ്ഞു തന്നത്, അവിടെ കൂടിയവര് മൊത്തം എന്നോട് പറഞ്ഞു തന്നു. എന്നിട്ട് അതുപോലെ മൈൻഡ് ചെയ്താണ് ഇവിടെ ഞാൻ കല്യാണം കഴിച്ചോണ്ട് പോയത്. ഇങ്ങനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെ എല്ലാ ദിവസവും ഡൗറിയുടെ പേരും പറഞ്ഞ എന്നെ അടിക്കുന്നത്. എടാ ആ ചെറുക്കനുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും തീർത്തിട്ടാ നിന്റെ കൂടെ വിട്ടത്. ആ വിഷയത്തെ ഡൗറി എന്ന് പറഞ്ഞ സ്ത്രീധന സ്ത്രീധനം. ഒരു കാര്യം പറയാം. എന്റെ വിദ്യാഭ്യാസത്തെ കുറിച്ച് നിനക്ക് അറിയാമല്ലോ. പിന്നെന്താ നിന്നെ ഇംഗ്ലീഷ് കഴിച്ചത്? ഞാൻ ഇപ്പൊ എല്ലാം വിളിച്ചു പറഞ്ഞേനും. രണ്ടുപേരും കൂടെ അവിടെ കുശുകുശാ സംസാരിക്കുന്നത് ഞാൻ കേട്ട്. എന്നെ ഒരു പൊട്ടനാക്കാൻ ശ്രമിക്കുന്നത് രണ്ടുപേരും കൂടെ. എന്താ എന്തോ ഡയറിയുടെ കേസ് പറയുന്നത് കേട്ടല്ലോ.
ആദ്യം അതെടുത്തോണ്ട് അതിലുള്ളത് വായിച്ചിട്ട് ബാക്കി കാര്യം. ഇവൻ അച്ഛൻ്റെ കൂട്ട് തന്നെ കേട്ടോ. വിദ്യാഭ്യാസം ലോ. പിന്നെ വേറെ കാര്യം, എടാ ശ്രീധനത്തെ കുറിച്ച് നീ സംസാരിച്ചല്ലോ. എടാ വാക്ക് പറഞ്ഞാൽ പാലിക്കാത്ത വേറെ ഒരു കിഴങ്ങനാ ഞാനെന്ന് നിനക്കൊരു വിചാരമുണ്ട്. പിന്നല്ലേ ഉണ്ടോ? എടാ ഞാൻ അങ്ങനല്ല, ഞാനല്ല പറഞ്ഞത്. എടാ ഈ മേലിടത്ത് കൈമളുണ്ടല്ലോ, ഒറ്റ വാക്കേ പറയത്തുള്ളൂ. അതെന്താ ബാക്കി വാക്കെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു? ഞാനില്ല, ഞാൻ കളിക്കുന്നില്ല, ഞാനതല്ല പറഞ്ഞേ. എടാ ഞാനും എന്റെ പെണ്ണും പിള്ളേം കൂടെ ഇവിടെ എന്തെങ്കിലും ഈശാപോശ വർത്താനം പറഞ്ഞത് കേട്ടിട്ടുണ്ടോ? എത്ര തവണ ആണ്ട് കിടക്കുന്നു. ഞാനിപ്പോ എന്തോ പറയാനാ? പൊന്നച്ച, അയാളെ സ്വർണത്തിന്റെ കാര്യമാണ് പറയുന്നത്. അയാൾക്ക് സ്വർണം വേണം. അത് പറയാ. സ്വർണത്തിന്റെ കാര്യമാണെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാക്കാം. നീ ഒരു കാര്യം ചെയ്യ്, എനിക്കൊരു 10 മാസം താ, ഞാൻ സ്വർണം തരാം. അതെന്തോ സ്വർണത്തിനെ പ്രസവിച്ചു തരാനോ? ഇവനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ. എടാ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നിനക്ക് 1 ലക്ഷം രൂപ ഞാൻ എണ്ണി തന്നോടാ. 1 ലക്ഷം രൂപ എണ്ണി തന്നോടാ. തന്നു. അത് നീ എന്തോന്നെ ചിലവാക്കിയെന്ന് പറ. ഒരു കട്ടില് മേടിച്ചു, ഒരു കസേര മേടിച്ചു, ആട്ടം കൊണ്ട്. കണക്കായി പോയി. ആട്ടം ഉണ്ടെങ്കിൽ നോക്കി മേടിക്കണമായിരുന്നു. അതല്ലെന്ന്, ഒരു ആട്ടോയും കൂടെ മേടിച്ചു. ആ പൈസ കൊടുത്തു. ഓട്ടോയും കൂടെ മേടിച്ചെന്നേ? അത് ശരി. അമ്മാവനൊരു കാര്യം മനസ്സിലാക്കി. എന്താ വേണം മനസ്സിലാക്കുന്നത്? ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, ഇതുവരെ ഒരു കുഞ്ഞക്കാല് പോലും കാണാൻ പറ്റിയിട്ടില്ല. അയ്യോ, കുഞ്ഞക്കാല് കാണണമെങ്കിൽ ഇവിടെ വന്ന് ബാഗും കെട്ടിപ്പിടിച്ചോണ്ട് കിടന്നിട്ട് ഒരു കാര്യവും ഇല്ല. ഇതാണ് ശരിയല്ലെന്ന് പറഞ്ഞത്. നിങ്ങൾ ശരിയല്ല. ഈ ബന്ധം ഇനി മുമ്പോട്ട് പോകത്തില്ല. ഞാൻ ഇവിടുന്ന് പോകുവാണ്. ഇനി നിങ്ങളെ പാടായി. ആയിക്കോട്ടെ, പോടാ ഇറങ്ങി. ആരും പുറകിന്ന് വിളിക്കുന്നില്ലയോ? ഒരാളും പുറകിന്ന് വിളിക്കുന്നു. നീ ഇറങ്ങി പോടാ അങ്ങോട്ട്. ഒന്ന് വിളിക്കാൻ ശ്രമിച്ചു നോക്ക്. എടാ നീ ഇറങ്ങി പോകാനാ പറഞ്ഞു എന്നോട്. എന്നാ ഞാൻ പോവാ. പോണൊരു പോട്ടച്ച. അതെങ്ങനെ ശരിയാവും? എന്തുവാ ഒരുപാട് ഞാൻ കുഞ്ഞാ പറയരുത്. ഇവിടെ വന്ന് ഇങ്ങനെ അഭിനയിച്ച് കാണിച്ച് അച്ഛൻ തരാനുള്ള തീരം തരുമെന്ന്. എപ്പോ കാരോ? എനിക്ക് സംഭവമൊക്കെ മനസ്സിലായി. എടാ എന്റെ ഇന്ന് സ്ത്രീധനം മേടിക്കാനുള്ള നിന്റെ ഒരു അടവായിരുന്നു ഇതല്ലയോ? സ്ത്രീധനം മേടിക്കാനുള്ള എന്റെ ഒരു അടവായിരുന്നു ഇത്. പക്ഷെ എനിക്കിപ്പോ വേറൊരു കാര്യം മനസ്സിലായി. എന്തുവാ? എന്നെ ഒഴിവാക്കാനുള്ള ഇവളുടെ വേറൊരു അടവായിരുന്നു ഇത്. മക്കളെ, മഞ്ചേരിക്കാരെ കിറ്റങ്ങ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടു. ആണോ? മാമന്മാരെയൊക്കെ ഇഷ്ടപ്പെട്ടു, ചേച്ചിയൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല അഭിനയായിരുന്നോ? ആ കള്ളച്ചിരി നല്ല രസമുണ്ടായിരുന്നു. കള്ളച്ചിരി സൂപ്പറായിരുന്നു ഒന്ന്. കള്ളച്ചിരി നല്ല രസമുണ്ടായിരുന്നു. എന്ത് ഇല്ലയോ? ഏട്ടന് എത്ര വട്ടത്ത് വീഴണേ? ഒരു വട്ടം വീഴും പറയുമ്പോ 3 വട്ടമൊക്കെ വീഴും. ഏട്ടാന്നൊക്കെ. അതെ, അതിന് മനസ്സിലായി. അതെ ഏട്ടനല്ല, അതെ ഭയങ്കര ഒരു മാമൻ. ശരിക്കും ഈ അച്ഛനെ എന്തിനാണ് ഇത്രയും നടന്നൂടെ മാമാന്നൊക്കെ? വലിയ മാമാന്ന് കൊള്ളാം. പിള്ളേരെന്തായാലും ഭയങ്കരമായിട്ട് വീഴ്ചയും കൂടി വേണമായിരുന്നു. ആരുടെ വീഴ്ച? ഒറ്റ എനിക്ക് വയസ്സ് എന്റെ ജീവിതത്തിലെ ഓരോ ചുവടും വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഞാൻ മുമ്പോട്ട് നടക്കുന്നത്. എടാ നാണം ഉണ്ടോടാ? കൊച്ചു പിള്ളേരെന്തുവരും പറഞ്ഞെന്നും പറഞ്ഞത്. ഇവൻ ഇപ്പോഴും മനസ്സിലായില്ല പിള്ളേരോട്. കൊച്ചു പിള്ളേരെന്തുവരും പറഞ്ഞെന്നും പറഞ്ഞ് എന്തൊക്കെയാണ് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെ ആഗ്രഹം നടന്നില്ലേ? ഇനി നമുക്ക് ബാറ്ററി എത്രത്തോളം നമ്മൾ ചിരിച്ചു, അത് എത്രത്തോളം ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? നോക്കാം. എന്നാ ഉറക്കെ എല്ലാരും കൂടെ ബാറ്ററി എന്ന് വിളിച്ചേ. ബാറ്ററി. പിള്ളേരൊക്കെ വൺ ഹാപ്പി. 32,000 റുപ്പീസ് ആണ് ഇവർക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരുടെ പൈസ ഇട്ട് കൊടുത്തു. പൈസ ഇല്ല, അതിട്ട് കൊടുക്കില്ല അല്ലേ? ശരി, എന്നാ അടുത്തൊരു പൈസ ഇടുന്ന ഒരു സ്കീം ഉണ്ട്. എങ്ങനെയാണെന്നറിയോ? ബാങ്ക് ഓഫ് ബോംബെ എന്ന് വിളിച്ചേ. ബാങ്ക് ഓഫ് ബോംബെ. ഓക്കേ, ഇടട്ടെ മക്കളെ? കൊടുക്കട്ടെ? ഇപ്പൊ കൊടുക്കാം. ദാ 3 2 ദാ